Hi guys, welcome back to our new video. അപ്പോൾ ഞാൻ ഈ വാച്ചിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വാച്ചിൻ്റെ എൻ്റെ കൈമുള്ള ഈ വാച്ച് ഉണ്ടല്ലോ, നല്ല സുന്ദരമായ വാച്ച്, അതൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് നമ്മൾ കുറച്ച് ദിവസമായപ്പോൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാം അത് ഇതൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ വാച്ച് വന്ന് ഇത് നമ്മളെ ആപ്പിളിൻ്റെ അൾട്ര അല്ലേ, ആപ്പിളിൻ്റെ അൾട്ര അല്ലട്ടോ, അത് അതിലെ കോപ്പിയാണ്. അതുപോലെ വരുന്ന ഒരു കോപ്പി വാച്ച്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ഒരു ഒന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ വാച്ച് കേട്ടോ. നമ്മുടെ വാച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മൾ അൺബോക്സിങ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേരാണ് ഹൈനോ ടെക്കോ, ഈ കമ്പനിൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ കമ്പനിൻ്റെ പേര് കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഇതിൽ ഫീച്ചർ എന്താ ഈ എന്താണ് ഈ ക്ലിപ്പിങ്, നമ്മുടെ ആപ്പിളിൻ്റെ അൾട്രയിലുള്ളതാണ് ഫീച്ചറാണിത്, ഈ ക്ലിപ്പിങ് വരുന്നത്. ബാക്കി ഇതിൻ്റെ കുറേ ഡൂപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഈ അൾട്ര വാച്ചാണ് കുറേ ഡൂപ്പ് വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഇങ്ങനെ ഈ ക്ലിപ്പിംഗ് ആയിട്ടില്ല. പക്ഷെ ഇതിലങ്ങനെ ഉണ്ട്, ക്ലിപ്പിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ക്ലിപ്പ് നോക്കിയാലാണ് നമുക്ക് ഈ സ്ട്രാപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് നോക്കാം. അതാണ് എൻ്റെ വാൾപേപ്പർ ഇട്ടാ, ഇത് ഞാൻ എക്സ്ട്രാ വെച്ച വാൾപേപ്പറാണ്. പിന്നെ ഇതിലുള്ള വേറെ ഫേസുകളൊക്കെ ഉണ്ട്. ഒന്ന് ഇതാണ്, ഇതിപ്പോൾ വാച്ച് വാങ്ങുമ്പോൾ കിട്ടില്ല ഈ സാധനമൊക്കെ, ഈ ഫേസൊക്കെ കിട്ടല്. പിന്നെ ഉള്ളതാണ് ഇതാ നമ്മുടെ ആപ്പിളിൻ്റെ ഒക്കെ ഉള്ള അതേ സാധനം. പിന്നെ ഇതാ അങ്ങനെ കുറേ വാൾപേപ്പർ ഉണ്ട്. നമുക്കിതിൽ സെറ്റ് ചെയ്യാം, നമ്മളെ ഫോണിൽ നമുക്ക് സെറ്റ് ചെയ്യാം വാൾപേപ്പർ. അങ്ങനെ സെറ്റ് ചെയ്താണ് ഇത് അതിങ്ങനെ കാണിക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇതാ നമ്മുടെ ഇപ്പോൾ ഞാൻ കുത്തി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടത് ഈ ഓൾവേസ് ഓണിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. 3 മിനിറ്റാണ് ഓൾവേസ് ഓണുള്ളത്. പിന്നെ ചാർജ് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബ്രൈറ്റ്നെസ്സിലാണ് ഞാൻ ഇട്ടിരുന്നിട്ടാ. ഇത്ര ദിവസം ഒരു 5-6 ദിവസമായി ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ബ്രൈറ്റ്നെസ്സിൽ ഇത്ര ഈ ബ്രൈറ്റ്നെസ്സിലാണ് ഞാൻ ഇട്ടിരുന്നത്. 5-6 ദിവസമായി ഞാൻ ഇപ്പോൾ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ബാറ്ററി ഞാൻ പറഞ്ഞു തരാം. ഇപ്പോഴത്തെ ബാറ്ററി 37%. അപ്പോൾ ബാറ്ററി കാര്യങ്ങൾ നിൽക്കണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലെ ഫ്യൂച്ചർ പറഞ്ഞാൽ ഇതിന് നമുക്കിങ്ങനെ അടിക്ക് സ്ലൈഡ് ചെയ്താൽ ഒരു ഫോണിൻ്റെ ബ്ലൂടൂത്തും ഫോണിൻ്റെ ഒരു ചിഹ്നം കാണിക്കും. പക്ഷെ അത് വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ ഫോണായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷേ ഇതിൽ റിങ് വരും ഇതുവരെ എനിക്ക് കിട്ടിയില്ല. റിങ്ങും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ഓൾവേസ് ആയി ഓൺ ചെയ്യാനുള്ളതാണ്. അത് ഓൺ ആക്കി നമ്മുടെ ബാറ്ററി ഒന്നും കുറയുന്ന പോലെ പറയുന്നുണ്ട്. പിന്നെ അത് ലോക്ക് ചെയ്യാനുള്ളത്, ലോക്ക് ഉണ്ടല്ലോ, സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ളത്. അത് നമ്മൾ ഈ സൈഡ് ബട്ടണ് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് സ്ക്രീൻ അൺലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് പിന്നെ അടിക്ക് ചെയ്താൽ നമ്മുടെ ഇതൊരു കളക്ഷൻ കോഡിൻ്റെ ഇതാണ്. പിന്നെ ഇത് സെറ്റിങ്സ് വരുന്നുണ്ട്. സെറ്റിങ്സ് ബ്രൈറ്റ്നസ്, ഓൾവേസ് ഓൺ, ഓഫ് ടൈം, ഫോൺ സെറ്റിങ്സ്, റേസ് ടു വേക്കപ്പ്, ഡു നോട്ട് ഡിസ്റ്റർബ്, സൗണ്ട് ആൻഡ് വൈബ്രേഷൻ, ലാംഗ്വേജ്, കണക്ട് ടു ഫോൺ, മൊബൈൽ ഫോണ്, പാസ്വേഡ്, അബൌട്ട്, പിന്നെ റീസ്റ്റാർട്ട്, ഫാക്ടറി റീസെറ്റിങ്, ടൈം സെറ്റിങ്, ഷട്ട് ഡൗൺ, അങ്ങനെ കാര്യങ്ങൾ സെറ്റിങ്സിൽ വരുന്നത്. നമ്മുടെ വി ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ QR കോഡൊക്കെ കൊടുക്കാനുള്ളതാണ് ഇത്. ഇപ്പോൾ ഞാൻ വാട്സപ്പിൻ്റെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വി ചാറ്റ് കൊടുക്കുക, ഫേസ്ബുക്ക് കൊടുക്കുക, QQ കൊടുക്കുക, ട്വിറ്റർ കൊടുക്കുക, വാട്സപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മളെ ആൾക്കാർക്ക്, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ വാട്സപ്പ് കിട്ടണമെങ്കിൽ ഇത് നമുക്ക് കാണിച്ചു കൊടുത്താൽ സ്കാൻ ചെയ്ത് എടുക്കാം. അങ്ങനെ ഫീച്ചർ ഉണ്ട്. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഈ സൈഡിലേക്ക് സൈഡ് ചെയ്താൽ ഇവിടെ ഒരു SOS വരും, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആരെ SOS ചെയ്യേണ്ടതെന്ന്. പിന്നെ നമ്മുടെ വാച്ചിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഈ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്താൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കണ്ടോ, ഈ സെൻസറൊക്കെ ഉണ്ടോ നിങ്ങൾ, നമ്മളെ ആ BP മെഷർ ചെയ്യേണ്ട ഒരു ഇൻ്റർഫേസ് കൊടുക്കും. പിന്നെ ഇങ്ങോട്ട് ഇത് വെതർ വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ എത്ര ദിവസം ചെയ്ത് നമ്മൾ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്ത് കിലോമീറ്റർ എത്ര പോയി, സ്റ്റെപ്സ് എത്ര ആയി, കലോറി എത്ര കൺസ്യൂം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പിന്നെ വരുന്നത്. അതിനുശേഷം പിന്നെ അതായത് സ്ലീപ്പ് റിപ്പോർട്ട്, ഉറങ്ങിയത് കാര്യങ്ങളൊക്കെ. പിന്നെ മ്യൂസിക്, ഇതും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് നമ്മുടെ ഫോണിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒന്നും വർക്ക് ചെയ്യണില്ല. അതുപോലെ തന്നെ ഫോണിൻ്റെ കോളിംഗ് ഉണ്ടല്ലോ, ആ ഫ്യൂച്ചർ വെറുതെ ആണ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് സ്വിച്ച് നോക്കിയാൽ ഇതുപോലെ നമ്മൾ ട്രെഡ്മില്ല്, നമ്മുടെ ഓരോ സൈക്ലിങ്, സ്വിമ്മിങ്, ഓരോ ഇതുണ്ടല്ലോ നമ്മുടെ ആക്ടിവിറ്റീസ്, അത് ചെയ്യേണ്ട ടൈമിങ് കാര്യങ്ങൾ കൊടുക്കാനാണിത്. ട്രെഡ്മില്ല് നമ്മൾ നോക്കിയാൽ ടൈമർ ഓണായി. അപ്പോൾ നമുക്ക് അതിൽ കാണിക്കും എത്ര സ്റ്റെപ്പും കലോറിയൊക്കെ കുറഞ്ഞത് കാണിക്കും. പിന്നെ ഈ സൈഡ് ബട്ടൺ നോക്കിയാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പോസ് ചെയ്യാനുള്ള സംഭവം വരുന്നുണ്ട്. അങ്ങനെ സൈക്ലിംഗ് ഉണ്ട്, സ്വിമ്മിങ് ഉണ്ട്, സിറ്റപ്സ് ഉണ്ട്, പുഷപ്സ് ഉണ്ട്, ഔട്ട്ഡോർ റണ്ണിങ് ഉണ്ട്, ഔട്ട്ഡോർ സൈക്ലിംഗ് ഉണ്ട്, ഓൺ ഫുട്ട് ഉണ്ട്, ട്രെക്കിംഗ് ഉണ്ട്, ഫ്രീ ട്രെയിനിങ് ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ അതിൽ പിന്നെ വരുന്നത്. ടോട്ടലായില്ലേ നമ്മുടെ ടെമ്പറേച്ചർ ആൻഡ് വെതറാണ് വെതർ. പിന്നെ അതുപോലെ തന്നെ ഫോൺ ഈ വാച്ച് റീബൂട്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസിൻ്റെ ഡേ നൈറ്റ് അതുണ്ട്, മ്യൂസിക്കിൻ്റെ കാര്യങ്ങളൊക്കെ. അതൊക്കെ
എന്തിനാ കൊടുക്കണ്ട, ഇതിങ്ങനെ ഇങ്ങനെ കാണിക്കുള്ളൂ. നമ്മൾ ഫോണായിട്ട് കണക്ട് ചെയ്താലും അങ്ങനെ തന്നെ കാണിക്കുള്ളൂ. അപ്പോൾ ഇത് ഇതുവരെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കാർക്കും അറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും കേട്ടോ. ഞാൻ ബ്ലാക്ക് വട്ട ഇട്ടുണ്ട് ഇതിന്. ഇതിൻ്റെ ഓറഞ്ച് ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓറഞ്ച് വട്ട സ്ട്രാപ്പ് ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. അത് നമ്മൾ അൺബോക്സിങ് ചെയ്തപ്പോൾ ഓറഞ്ച് അട്ടിയുണ്ട്. ഓറഞ്ച് ഇട്ടാലാണ് നമ്മൾ അൾട്രൻ്റെ ആ ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ കാഴ്ച ഇതാണ് നമ്മുടെ വാച്ച് ഇട്ട. വാച്ചിൻ്റെ കറുപ്പ് പട്ട നിങ്ങൾ കണ്ടിപ്പോൾ കറുപ്പ് പട്ട. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ തന്നെ ഇവിടെ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ക്ലിപ്പ് ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്നും ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ തന്നെ നമ്മളെ വാച്ചിൻ്റെ സ്ട്രാപ്പ് പോകും. ഇതുപോലെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ആ ക്ലിപ്പിൻ്റെ ഒച്ച വരും. അപ്പോൾ വന്ന് നമുക്ക് മനസ്സിലായി നമ്മളെ വാച്ച് അതിലുള്ളതായി ക്ലിപ്പായിട്ടാണ്. വാച്ചിൽ ഈ QR കോഡ് നമുക്ക് ഓണാക്കാൻ കിട്ടും. ആ QR കോഡ് ഓണാക്കിയാണ്ട് നമുക്ക് ഈ ആപ്പുമായിട്ട് കണക്ട് ചെയ്യാം. ആപ്പ് ഞാൻ പറഞ്ഞു തരാം ഏത് ആപ്പ് എന്ന്. അപ്പോൾ ഇതിൽ ഈ H കാണുന്നുണ്ടല്ലോ, ഹൈനോ ഫിറ്റ് അതാണ് ആപ്പിൻ്റെ പേര്. ഓക്കെ, ഇത് എന്താ ഗോപ്രോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഈ ആപ്പ് ഓണാക്കിയതിന് ശേഷം ബ്ലൂടൂത്ത് വഴിയാണ് നമ്മുടെ വാച്ചായിട്ട് കണക്റ്റ് ആവില്ല. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുന്ന എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെയർ ചെയ്യണം ആദ്യം. ഇപ്പോൾ ഞാൻ ഓൾറെഡി പെയർ ചെയ്തുകൊണ്ടാണ് ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായി പെയർ ആവുന്നുണ്ട്. ഇപ്പോൾ കണക്റ്റഡ് വന്നു, നമ്മുടെ വാച്ചിൻ്റെ ഇൻ്റർഫേസ് കാണിച്ചു, അല്ലെ 37% ബാറ്ററി കാണിച്ചു. അതിനുശേഷം ഇവിടെ നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. ഇതിലാണ് വാൾപേപ്പറിൽ. ഇതിന് പിന്നെ നമുക്ക് ഉദ്ദേശമായി കസ്റ്റമൈസേഷൻ ചെയ്യാൻ വാൾപേപ്പർ പറ്റൂല, ഞാൻ കാണിച്ചുതരാം. അതായത് ഇതിലിപ്പോൾ വാൾപേപ്പർ ആകെ ഇത്ര ഉള്ളൂ കസ്റ്റമൈസ് ചെയ്യാൻ. നമ്മൾ ഫോട്ടോ ഒന്ന് കൊടുക്കുക. പിന്നെ വാച്ചിൻ്റെ സ്റ്റൈൽ പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ആ കളറ് ചേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. പൊസിഷനും അതേപോലെ നമുക്ക് ഇങ്ങനെ മാറ്റാം. ഇത്ര ഈ 3 ഇതിൽ നമുക്ക് പൊസിഷൻ മാറ്റാം. ഓക്കെ, അങ്ങനെ. പിന്നെ ഇതിലുള്ള വാൾപേപ്പേഴ്സാണ് ഇതൊക്കെ. ഈ വാൾപേപ്പർ നമുക്ക് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇതിലുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇത് ഓണാക്കിയിട്ടാൽ, ഞാൻ ഓണാക്കിയില്ല, നോട്ടിഫിക്കേഷൻ ഓണാക്കിയിട്ടില്ല. അത് ഓണാക്കിയാൽ നമുക്ക് ഇതിൽ വാച്ചിൽ കാണിക്കും എത്ര നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ. ഈ വാട്സപ്പ് മെസ്സേജ് വരുന്നുണ്ടും ഒക്കെ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇവിടെ കാണിക്കും മെസ്സേജിൻ്റെ ഭാഗത്ത്. പിന്നെ ഇവിടെ ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരണമെങ്കിൽ അതൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ ഫൈനൽ ബേഴ്സിലായിട്ട് നമ്മളെ ഇത് നോക്കിയാൽ നമ്മളെ വാച്ച് സൗണ്ട് ഉണ്ടാക്കി കൊടുക്കും. ഒരു ഒച്ചയൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വാച്ച് കണ്ടെത്താനുള്ള വഴിയാണ്. നമുക്ക് സൗണ്ട് ഉണ്ടാക്കി നമുക്ക് കാണിക്കും, ഇവിടെ ഉള്ളതെന്ന് കാണിച്ചു. വെതർ പുഷ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ വെതറിൻ്റെ കാര്യങ്ങൾ സെൽഷ്യസ് ആണോ മറ്റേതാണോ നമുക്ക് ഇവിടെ കൊടുക്കുക. പിന്നെ അലാം സെറ്റ് ചെയ്യാം ഫോണിൽ തന്നെ. പിന്നെ ഫേവറേറ്റ് കോണ്ടാക്ട്സ് സെറ്റ് ചെയ്യാം. പിന്നെ ഹെൽത്ത് റിമൈൻഡർ ഉണ്ട്. ഹെൽത്ത് റിമൈൻഡറിൽ എന്തൊക്കെ വരുന്നത് വെച്ചാൽ നമ്മളെ നമ്മൾ 1 മണിക്കൂർ ഇരുന്നാൽ 1 മണിക്കൂറിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യല്ലോ നീക്കാനുള്ള ടൈമർ, അങ്ങനെ അത് വെക്കുക. അപ്പോൾ നമ്മളെ വാച്ചൊന്ന് വൈബ്രേഷൻ ചെയ്യും, ഒരു സൗണ്ടും വരും. പിന്നെ വാട്ടർ ഡ്രിങ്കിങ്ങിൻ്റെ ടൈമും നമുക്ക് അതേപോലെ അലാറം സെറ്റ് ചെയ്യാം. ബിസിനസ് കാർഡ്സ് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞു നേരത്തെ വീചാറ്റും വാട്സപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാം ഇതിൽ കാണുന്നില്ല. നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇത് വരും, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഏതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനാണ് വരേണ്ടതെന്ന്. അതിലുള്ള നമ്മളെ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഇതിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ഈ ആപ്പിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്യാനുള്ള. ഇവിടെ കാണിക്കും നമ്മുടെ എത്ര സ്റ്റെപ്സ് ഒക്കെ നടന്നു കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ ഇവിടെ ഇതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നമ്മളെ ആളെ. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം സൈൻ ചെയ്യണം. നമ്മൾ ഇമെയിലൊക്കെ കൊടുത്ത് ആദ്യം ഈ ആപ്പിലേക്ക് സൈൻ ചെയ്തതിന് ശേഷമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കും. അപ്പോൾ കാഴ്ച നമ്മുടെ അൾട്രൻ്റെ ചെറിയൊരു ഹൈനോ ടെക്കോൻ്റെ H49 വാച്ചിൻ്റെ റിവ്യൂ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഇത് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായി 10 ദിവസത്തിന് വേറെ എനിക്ക് വാച്ച് കിട്ടിയിട്ട്. ഇപ്പോൾ ഞാൻ കുത്തി വെച്ചിട്ട് ചാർജ് ചെയ്തിട്ട് ഇപ്പം ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ ആ ബാറ്ററി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല, ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉഷാറാണ്. നമ്മുടെ ഒരു ആപ്പിളിൻ്റെ ഒരു കോപ്പി വേണ്ടവർക്ക് വാങ്ങാം. ഇപ്പോൾ ഇതുപോലത്തെ കുറേ സാധനം നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. കുറേ ആപ്പിളിൻ്റെ ലോഗോ വരുന്നത് കുറേ ഉണ്ട്. ഇത് കുഴപ്പമില്ല, ഇത് സ്ട്രാപ്പ് എന്ന് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉണ്ടാവും, ഇല്ലാക്കൂലല്ലേ, മനുഷ്യനല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ മുഹമ്മദ് ഖാദി കുറുക്കൻ സൈനിങ് ഓഫ്.